എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2019 നവംബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷയിലെ പാർട്ട് 1 സൈക്കോളജിയാണ്. ഈ സൈക്കോളജി സംബന്ധമായ ചോദ്യങ്ങൾ കേവലം കേട്ടറ്റ് പരീക്ഷയ്ക്ക് മാത്രമല്ല, UPSA, LPSA പരീക്ഷകൾക്കും ഏറെ ഉപകാരപ്രദമാണ്. ഇതേ നിലവാരത്തിലുള്ള ചോദ്യങ്ങളാണ് സൈക്കോളജി സംബന്ധമായിട്ട് LPSA, UPSA പരീക്ഷകളിലും വരാൻ സാധ്യതയുള്ളത്. എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ക്ലാസ് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒന്നാമത്തെ ചോദ്യം, സ്ത്രീകൾ പൊതുവെ ശാരീരിക ക്ഷമത കുറഞ്ഞവരാണ്. ഈ പ്രസ്താവന എന്തിനെ സൂചിപ്പിക്കുന്നു? സ്ത്രീകൾ പൊതുവെ ശാരീരിക ക്ഷമത കുറഞ്ഞവരാണ്. ഈ പ്രസ്താവന എന്തിനെ സൂചിപ്പിക്കുന്നു? ഇൻ ജനറൽ, ലേഡീസ് ആർ ഫിസിക്കലി വീക്ക്. ദിസ് സ്റ്റേറ്റ്മെന്റ് ഡിനോട്ട്സ് എ. ലിംഗവിവേചനം അഥവാ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ബി. ലിംഗഭേദം അഥവാ ജെൻഡർ റോൾ. സി. ലിംഗസ്ഥിര രൂപം അഥവാ ജെൻഡർ സ്റ്റീരിയോടൈപ്പ്. ഡി. ലിംഗസമത്വം അഥവാ ജെൻഡർ ഈക്വാലിറ്റി. ഉത്തരം സി ആണ്, ലിംഗസ്ഥിര രൂപം അഥവാ ജെൻഡർ സ്റ്റീരിയോടൈപ്പ്. സി ആണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ആശയങ്ങൾ സ്വായത്തമാക്കലാണ് പഠനം. പഠനത്തിന്റെ അടിസ്ഥാനം ആശയ രൂപീകരണമാണ്. പഠനം ഒരു സാമൂഹ്യ പ്രക്രിയയാണ് എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ആശയങ്ങൾ സ്വായത്തമാക്കലാണ് പഠനം. പഠനത്തിന്റെ അടിസ്ഥാനം ആശയ രൂപീകരണമാണ്. പഠനം ഒരു സാമൂഹ്യ പ്രക്രിയയാണ് എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ലേണിംഗ് ഈസ് അക്വിസിഷൻ ഓഫ് കൺസെപ്റ്റ്സ്. ഫൗണ്ടേഷൻ ഓഫ് ലേണിംഗ് ഈസ് കൺസെപ്റ്റ് ഫോർമേഷൻ. ലേണിംഗ് ഈസ് എ സോഷ്യൽ പ്രോസസ്. ദീസ് ഐഡിയാസ് were put forwarded by A. Jean Piaget. D. Lev Vygotsky. C. Noam Chomsky. D. Jerome S. Bruner. ഉത്തരം ഡി ആണ്, ജെറോം എസ് ബ്രൂണർ. ജെറോം എസ് ബ്രൂണർ എന്നതാണ് ശരിയായ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, എറിക് എച്ച് എറിക്സണിന്റെ അഭിപ്രായത്തിൽ 3 വയസ്സു മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടി ഏത് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്? എറിക് എച്ച് എറിക്സണിന്റെ അഭിപ്രായത്തിൽ 3 വയസ്സു മുതൽ 6 വയസ്സുവരെയുള്ള കുട്ടി ഏത് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്? According to Eric H. Erikson, child between 3 to 6 years passes through the crisis of A. മുൻകൈയെടുക്കൽ വേഴ്സസ് കുറ്റബോധം അഥവാ ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. ബി. സ്വാശ്രയത്വം വേഴ്സസ് ജാള്യതയും സംശയവും. ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. സി. ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. ഡി. വിശ്വാസം വേഴ്സസ് അവിശ്വാസം. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ഉത്തരം എ ആണ്, മുൻകൈ എടുക്കൽ വേഴ്സസ് കുറ്റബോധം. ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടി ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് അഥവാ മുൻകൈയെടുക്കൽ വേഴ്സസ് കുറ്റബോധം എന്ന പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ചോദ്യം നമ്പർ 4, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന രമേശ് മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി സംഗീത മത്സരത്തിൽ പങ്കെടുക്കുകയും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. രമേശിന്റെ ഈ പ്രവൃത്തി ഏത് പ്രതിരോധ തന്ത്രമാണ്? പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന രമേശ് മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി സംഗീത മത്സരത്തിൽ പങ്കെടുക്കുകയും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. രമേശിന്റെ ഈ പ്രവൃത്തി ഏത് പ്രതിരോധ തന്ത്രമാണ്? രമേശ്, an academically backward student, participated in music competition and catched the attention of others. Which type of defense mechanism has been adopted by Ramesh? A. പ്രക്ഷേപണം അഥവാ പ്രൊജക്ഷൻ. ബി. യുക്തീകരണം അഥവാ റാഷണലൈസേഷൻ.
സി ഉദാത്തീകരണം അഥവാ സബ്ലിമേഷൻ. ഡി അനുപൂരണം അഥവാ കോമ്പൻസേഷൻ. ഉത്തരം ഡി ആണ്, അനുപൂരണം അഥവാ കോമ്പൻസേഷൻ. അനുപൂരണം അഥവാ കോമ്പൻസേഷൻ എന്നതാണ് ഉത്തരം. ചോദ്യം 5. താഴെ കൊടുത്തവയിൽ പഠന വൈകല്യത്തിന് കാരണമായതിൽ പെടാത്തത് ഏതാണ്? താഴെ കൊടുത്തവയിൽ പഠന വൈകല്യത്തിന് കാരണമായതിൽ പെടാത്തത് ഏത്? Which among the following is not a reason for learning disability? A. പാരമ്പര്യ ഘടകങ്ങൾ, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്. ബി. മാനസിക ഘടകങ്ങൾ അഥവാ മെന്റൽ ഫാക്ടേഴ്സ്. സി. പാരിസ്ഥിതിക ഘടകങ്ങൾ അഥവാ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഡി. ഇവയൊന്നുമല്ല അഥവാ നൺ ഓഫ് ദീസ്. ഉത്തരം ഡി ആണ്, ഇവയൊന്നുമല്ല. അഥവാ ഇവിടെ പറഞ്ഞ മൂന്നും പഠന വൈകല്യത്തിന് കാരണമാണ്. പാരമ്പര്യ ഘടകങ്ങൾ അഥവാ ഹെറിഡിറ്ററി ഫാക്ടേഴ്സും, അതുപോലെ മാനസിക ഘടകങ്ങൾ അഥവാ മെന്റൽ ഫാക്ടേഴ്സും, പാരിസ്ഥിതിക ഘടകങ്ങൾ അഥവാ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ലേണിംഗ് ഡിസാബിലിറ്റിക്ക് അഥവാ പഠന വൈകല്യത്തിന് കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് പഠന വൈകല്യത്തിന് കാരണമാവാത്തതായിട്ട് യാതൊന്നും ഇതിലില്ല. അതുകൊണ്ട് ഡി ആണ് ഉത്തരം, ഇവയൊന്നുമല്ല. നൺ ഓഫ് ദീസ് എന്നതാണ് ചോദ്യത്തിന്റെ ഉത്തരം. 6ാമത്തെ ചോദ്യം. മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും അവയുടെ ഉദ്ദേശങ്ങളും ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സൈക്കോളജിക്കൽ റിസർച്ച് മെത്തേഡ്സ് ആൻഡ് കറസ്പോണ്ടിങ് ഒബ്ജക്റ്റീവ്സ് ആർ ഗിവൺ ബിലോ. സെലക്ട് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. ആദ്യം മനഃശാസ്ത്ര ഗവേഷണ ഉദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നു അഥവാ സൈക്കോളജിക്കൽ റിസർച്ച് മെത്തേഡ്സ് ആദ്യം കൊടുത്തിരിക്കുന്നു. അതിന് നേരെ ഉപാധികൾ അഥവാ ഒബ്ജക്റ്റീവ്സ് കൊടുത്തിരിക്കുന്നു. എ. സഞ്ചിത രേഖ, ഇംഗ്ലീഷിൽ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറയുന്നു. സഞ്ചിത രേഖ. അതിന്റെ ഉപാധികളായി കൊടുത്തിരിക്കുന്ന എന്താണ്? ഉപാധിയായി കൊടുത്തത് കുട്ടികളുടെ അവിചാരിത സംഭവങ്ങളും പ്രതികരണങ്ങളും രേഖപ്പെടുത്തുന്നു. റെക്കോർഡ്സ് അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡൻസ് ആൻഡ് റെസ്പോൺസസ് ഓഫ് ചൈൽഡ്സ് ലൈഫ്. ബി. ഉപാഖ്യാന രേഖ അഥവാ അനക്ഡോട്ടൽ റെക്കോർഡ്. കുട്ടിയുടെ സമഗ്രമായ വിവരങ്ങൾ തുടർച്ചയായി രേഖപ്പെടുത്തുന്നു. റെക്കോർഡ്സ് ദ ക്യുമുലേറ്റീവ് ഇൻഫർമേഷൻ അബൌട്ട് ദി ചൈൽഡ് കണ്ടിന്യൂസ്ലി. റെക്കോർഡ്സ് ദ ക്യുമുലേറ്റീവ് ഇൻഫർമേഷൻ അബൌട്ട് ദ ചൈൽഡ് കണ്ടിന്യൂസ്ലി. സി. പ്രക്ഷേപണ രീതി അഥവാ പ്രൊജക്റ്റീവ് മെത്തേഡ്. അബോധ മനസ്സിലെ വികാരങ്ങൾ അപഗ്രഥിക്കുന്നു. ഇന്റർപ്രറ്റ് ദ ഫീലിംഗ്സ് ഓഫ് ദി അൺകോൺഷ്യസ് മൈൻഡ്. ഡി. ക്രിയാ ഗവേഷണം അഥവാ ആക്ഷൻ റിസർച്ച്. ഒരു വ്യക്തിയുടെ പ്രശ്നത്തെ സമഗ്രമായി പഠിക്കുന്നു. കോംപ്രിഹെൻസീവ് സ്റ്റഡി ഓഫ് ദി പ്രോബ്ലംസ് ഓഫ് എ പേഴ്സൺ. ഇതിൽ ശരിയായത് സി ആണ്, പ്രക്ഷേപണ രീതി. പ്രക്ഷേപണ രീതി അബോധ മനസ്സിലെ വികാരങ്ങളെ അപഗ്രഥിക്കുന്നു. ഇന്റർപ്രറ്റ് ദ ഫീലിംഗ്സ് ഓഫ് ദി അൺകോൺഷ്യസ് മൈൻഡ്. സി ആണ് ഉത്തരം. 7. ക്ലാസ്സിൽ ശാസ്ത്ര പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗീതുവിന്റെ പ്രയാസം ബോധ്യപ്പെട്ട ശാരദ ടീച്ചർ വർക്ക് ഷീറ്റുകളും ചില മാതൃകകളും നൽകിയപ്പോൾ അവൾക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞു. ടീച്ചർ നൽകിയ കൈത്താങ് താഴെ പറയുന്നതിൽ ഏത് വിലയിരുത്തലുമായി ബന്ധപ്പെടുന്നു? ക്ലാസ്സിൽ ശാസ്ത്ര പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗീതുവിന്റെ പ്രയാസം ബോധ്യപ്പെട്ട ശാരദ ടീച്ചർ വർക്ക് ഷീറ്റുകളും ചില മാതൃകകളും നൽകിയപ്പോൾ അവൾക്ക് എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞു. ടീച്ചർ നൽകിയ കൈത്താങ് താഴെ കൊടുത്തതിൽ ഏത് വിലയിരുത്തലുമായി ബന്ധപ്പെടുന്നു? വർക്ക്ഷീറ്റ്സ് ആൻഡ് മോഡൽസ് സപ്ലൈഡ് ബൈ ശാരദ ടീച്ചർ helped Geedu in overcoming the difficulties and she easily found the result of scientific experiments. The scaffolding provided by the teacher belongs to which type of evaluation? A. പഠനത്തെ വിലയിരുത്തൽ അഥവാ അസസ്മെന്റ് ഓഫ് ലേണിംഗ്. ബി. പഠനം തന്നെ വിലയിരുത്തൽ അസസ്മെന്റ് ആസ് ലേണിംഗ്. സി. പഠനത്തിനായുള്ള വിലയിരുത്തൽ അസസ്മെന്റ് ഫോർ ലേണിംഗ്. ഡി. പഠനത്തെ ആന്തരികമായി വിലയിരുത്തൽ ഇന്റേണൽ അസസ്മെന്റ് ഓഫ് ലേണിംഗ്. ഉത്തരം സി ആണ്, പഠനത്തിനായുള്ള വിലയിരുത്തൽ അസസ്മെന്റ് ഫോർ ലേണിംഗ്. സി ആണ് ഉത്തരം,
അസസ്മെന്റ് ഫോർ ലേണിംഗ് അഥവാ പഠനത്തിനായുള്ള വിലയിരുത്തൽ. 8. സീബ്ര വരയിലൂടെ മാത്രം റോഡ് മുറിച്ചു കടക്കുക, ഉപയോഗശൂന്യമായ വസ്തുക്കൾ കുപ്പത്തൊട്ടിയിൽ നിക്ഷേപിക്കുക തുടങ്ങിയ നിയമങ്ങൾ അനുസരിക്കുന്ന കുട്ടി കോൾബർഗിന്റെ സാമൂഹ്യ വികാസ സിദ്ധാന്ത പ്രകാരം ഏത് സ്റ്റേജിലാണ്? സീബ്ര വരയിലൂടെ മാത്രം റോഡ് മുറിച്ചു കടക്കുക, ഉപയോഗശൂന്യമായ വസ്തുക്കൾ കുപ്പത്തൊട്ടികളിൽ നിക്ഷേപിക്കുക തുടങ്ങിയ നിയമങ്ങൾ അനുസരിക്കുന്ന കുട്ടി കോൾബർഗിന്റെ സാമൂഹ്യ വികാസ സിദ്ധാന്ത പ്രകാരം ഏത് സ്റ്റേജിലാണ്? എ ചൈൽഡ് ഹു ഒബേസ് the rules like crossing the road only through zebra lanes, depositing waste materials in waste bins belongs to which stage of Kohlberg's moral development theory? A. സാമൂഹിക വ്യവസ്ഥാ നിയമപരം സോഷ്യൽ കോൺട്രാക്ട് ഓറിയന്റേഷൻ. ബി. ശിക്ഷയും അനുസരണവും പണിഷ്മെന്റ് ആൻഡ് ഒബീഡിയൻസ്. സി. സാർവജനീന സദാചാര തത്വം യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓറിയന്റേഷൻ. ഡി. സാമൂഹിക സുസ്ഥിതി പാലനം ലോ ആൻഡ് ഓർഡർ ഓറിയന്റേഷൻ. ഉത്തരം ഡി ആണ്. സാമൂഹിക സുസ്ഥിതി പാലനം ലോ ആൻഡ് ഓർഡർ ഓറിയന്റേഷൻ. ഡി ആണ് ഉത്തരം. 9ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പ്രശ്ന പരിഹരണ ഘട്ടങ്ങളിൽ പെടാത്തത് ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ പ്രശ്ന പരിഹരണ ഘട്ടങ്ങളിൽ പെടാത്തതേതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റേജ് ഓഫ് പ്രോബ്ലം സോൾവിംഗ്? എ. പ്രശ്നം നിർവചിക്കൽ ഡിഫൈനിങ് ദ പ്രോബ്ലം. ബി. പ്രശ്നത്തിന്റെ മൂല്യനിർണയം ഇവാലുവേഷൻ ഓഫ് ദി പ്രോബ്ലം. സി. പ്രശ്നം തിരിച്ചറിയൽ ഐഡന്റിഫൈയിങ് ദ പ്രോബ്ലം. ഡി. പരികൽപ്പനയുടെ രൂപീകരണം ഹൈപ്പോത്തിസിസ് ഫോർമേഷൻ. ഉത്തരം ബി ആണ്. പ്രശ്നത്തിന്റെ മൂല്യനിർണയം അഥവാ ഇവാലുവേഷൻ ഓഫ് ദി പ്രോബ്ലം. സ്റ്റേജസ് ഓഫ് പ്രോബ്ലം സോൾവിംഗിൽ പെടാത്തതാണ് പ്രശ്നത്തിന്റെ മൂല്യനിർണയം അഥവാ ഇവാലുവേഷൻ ഓഫ് ദി പ്രോബ്ലം. സി ബി ആണ് ഉത്തരം. ബി ആണ് ഉത്തരം. 10ാമത്തെ ചോദ്യം. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഭിജിത്ത് അധ്യാപികയുടെ പാട്ട് കേട്ട് കരച്ചിൽ പെട്ടെന്ന് നിർത്തുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. ശിശുവികാരങ്ങളുടെ ഏത് സവിശേഷതയാണ് ഇവിടെ പ്രകടമാകുന്നത്? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഭിജിത്ത് അധ്യാപികയുടെ പാട്ട് കേട്ട് കരച്ചിൽ പെട്ടെന്ന് നിർത്തുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. ശിശുവികാരങ്ങളുടെ ഏത് സവിശേഷതയാണ് ഇവിടെ പ്രകടമാകുന്നത്? അഭിജിത്ത്, എ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റുഡന്റ്, സ്റ്റോപ്സ് ക്രൈയിങ് ആൻഡ് എക്സ്പ്രസസ് ഹാപ്പിനെസ് upon listening to the song of the teacher. Which characteristic of children's emotion is exhibited here? A. തീവ്രത intense. B. ചഞ്ചലത അഥവാ frequent. C. സംക്ഷിപ്തത transitory. D. വൈകാരിക ദൃശ്യത emotional dictability. ഉത്തരം ബി ആണ്. ചഞ്ചലത. ബി ആണ് ഉത്തരം. ചഞ്ചലത. ചോദ്യം 11. കാതറിൻ ബ്രിഡ്ജസിന്റെ വൈകാരിക വികാസ സിദ്ധാന്ത പ്രകാരം കുട്ടികൾ 6 മാസമാകുമ്പോൾ ഋണാത്മക വികാരങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങുന്നു. അവ ഏതെല്ലാം? കാതറിൻ ബ്രിഡ്ജസിന്റെ വൈകാരിക വികാസ സിദ്ധാന്ത പ്രകാരം കുട്ടികൾ 6 മാസമാകുമ്പോൾ ഋണാത്മക വികാരങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങുന്നു. അവ ഏതെല്ലാം? According to Catherine Bridges' emotional development theory, children exhibit negative emotions at the age of 6 onwards. Which are the negative emotions? A. ഭയം, വിദ്വേഷം, അസൂയ. Fear, disgust, jealousy. B. ഭയം, വിദ്വേഷം, വിഷമം. Fear, disgust, distress. C. ഭയം, വിദ്വേഷം, ദേഷ്യം. ഫിയർ, ഡിസ്ഗസ്റ്റ്, ആങ്കർ. ഡി. ഭയം, വിദ്വേഷം, ആകുലത. ഫിയർ, ഡിസ്ഗസ്റ്റ്, വറി. ഉത്തരം സി ആണ്. ഭയം, വിദ്വേഷം, ദേഷ്യം അഥവാ ഫിയർ, ഡിസ്ഗസ്റ്റ്, ആങ്കർ. സി ആണ് ഉത്തരം. ചോദ്യം 12. ക്ലാസ്സിൽ അധ്യാപിക കടന്നു വരുമ്പോൾ
എല്ലാ കുട്ടികളും എഴുന്നേറ്റു നിൽക്കുന്നു. ഈ പ്രവൃത്തി ഏതു തരം ശ്രദ്ധയുമായി ബന്ധപ്പെട്ടതാണ്? ക്ലാസ്സിൽ അധ്യാപിക കടന്നു വരുമ്പോൾ എല്ലാ കുട്ടികളും എഴുന്നേറ്റു നിൽക്കുന്നു. ഈ പ്രവൃത്തി ഏതു തരം ശ്രദ്ധയുമായി ബന്ധപ്പെട്ടതാണ്? While teacher enters in the class, all the students stand up. This activity is related to which type of attention? A. സ്വേച്ഛാപര ശ്രദ്ധ, വോളണ്ടറി അറ്റൻഷൻ. ബി. ശീലാനുവർത്തിയായ ശ്രദ്ധ, ഹാബിച്വൽ അറ്റൻഷൻ. സി. സ്വേച്ഛാപരമല്ലാത്ത നിർബന്ധിത ശ്രദ്ധ, ഇൻവോളണ്ടറി എൻഫോഴ്സ്ഡ് അറ്റൻഷൻ. ഡി. സ്വേച്ഛാപര നിർബന്ധിത ശ്രദ്ധ, വോളണ്ടറി എൻഫോഴ്സ്ഡ് അറ്റൻഷൻ. ഉത്തരം ബി ആണ്. ശീലാനുവർത്തിയായ ശ്രദ്ധ അഥവാ ഹാബിച്വൽ അറ്റൻഷൻ. ബി ആണ് ഉത്തരം. ചോദ്യം 13. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ജോഡിയായിട്ട് കൊടുത്തിരിക്കുന്നു, അതിൽ തെറ്റായ ജോഡി ഏതാണ് എന്ന് തിരഞ്ഞെടുക്കുക. ഫൈൻഡ് ഔട്ട് ദി ഇൻകറക്റ്റ് പെയർ ഫ്രം എമംഗ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. എ. ആശയങ്ങളിലും പ്രവർത്തനങ്ങളിലും മൗലികത പ്രകടിപ്പിക്കുന്നു. പ്രതിഭാധനർ, പ്രതിഭാധനരുടെ ഒരു അവരുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ആശയങ്ങളിലും പ്രവർത്തനങ്ങളിലും മൗലികത പ്രകടിപ്പിക്കുന്നു. ഡെമോൺസ്ട്രേറ്റ്സ് ഒറിജിനാലിറ്റി ഇൻ കൺസെപ്റ്റ്സ് ആൻഡ് ആക്ടിവിറ്റീസ്. പ്രതിഭാധനർ എന്നതിന് ഇംഗ്ലീഷിൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്നാണ് പറയുക. ബി. IQ 70-ൽ താഴെ ആയതിനാൽ സാധാരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. മാനസിക വെല്ലുവിളി നേരിടുന്നവർ. മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ ഒരു പ്രത്യേകതയാണ് പറയുന്നത്. IQ അവരുടെ 70-ൽ താഴെ ആയതിനാൽ സാധാരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഫൈൻഡ്സ് ഡിഫിക്കൽട്ടി ഇൻ പെർഫോമിംഗ് നോർമൽ ആക്ടിവിറ്റീസ് ആസ് ദ IQ ഈസ് ബിലോ 70. മാനസിക വെല്ലുവിളി നേരിടുന്നവരെ ഇംഗ്ലീഷിൽ മെന്റലി റിട്ടാർഡഡ് എന്നാണ് പറയുക. സി. സമപ്രായക്കാരെക്കാൾ IQ കുറവായിരിക്കും. മന്ദപഠിതാക്കൾ, മന്ദപഠിതാക്കളുടെ IQ അവരുടെ സമപ്രായക്കാരെക്കാൾ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. IQ ഈസ് ലോവർ ദാൻ ദി ഏജ് മേറ്റ്സ്. സ്ലോ ലേണേഴ്സ് എന്നാണ് മന്ദപഠിതാക്കളെ ഇംഗ്ലീഷിൽ പറയുക, സ്ലോ ലേണേഴ്സ്. ഡി. ആത്മബോധവും പ്രകടനപരതയും വളരെ കുറഞ്ഞവരായിരിക്കും. ശേഷിക്കൊത്ത നേട്ടം കൈവരിക്കാത്തവർ. പൊസസസ് ലോ എസ്റ്റീം, ലോ സെൽഫ് എസ്റ്റീം ആൻഡ് ലോ പെർഫോമൻസ്. സ്ലോ അണ്ടർ അച്ചീവേഴ്സിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള ജോഡി എന്നാണ് പറയേണ്ടത്. പ്രതിഭാധനരെ കുറിച്ച് പറഞ്ഞ എ ശരിയാണ്. അവർ ആശയങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ മൗലികത പ്രകടിപ്പിക്കുന്നു, അത് ശരിയാണ്. അതുകൊണ്ട് അത് തെറ്റായ ജോഡിയാണെന്ന് പറയാൻ പറ്റില്ല. മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ IQ 70-ൽ താഴെ ആയിരിക്കും. അവർക്ക് സാധാരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടും എന്നതും ശരി തന്നെയാണ്. സി തെറ്റാണ്. സമപ്രായക്കാരെക്കാൾ IQ കുറവായിരിക്കും മന്ദപഠിതാക്കൾക്ക് എന്ന കാര്യം തെറ്റാണ്. അപ്പോൾ സി ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ചോദ്യം 14. ഓർമ്മയുടെ ഘട്ടങ്ങളിൽ ശരിയായ ക്രമത്തിലുള്ളത് തെരഞ്ഞെടുത്തെഴുതുക. ഓർമ്മയുടെ ഘട്ടങ്ങളിൽ ശരിയായ ക്രമത്തിലുള്ളത് തെരഞ്ഞെടുത്തെഴുതുക. ചൂസ് ദ കറക്റ്റ് സീക്വൻസ് ഇൻ ദി സ്റ്റേജസ് ഓഫ് മെമ്മറി. ഇവിടെ A, B, C, D ഓപ്ഷനുകൾ പരിശോധിച്ചാൽ അവയിൽ ഒന്നുപോലും ശരിയല്ല. ഇവിടെ എഴുതിയിരിക്കുന്ന ശ്രദ്ധിച്ചാൽ സ്റ്റോറേജ് ആണ് എല്ലാറ്റിലും തുടക്കത്തിൽ വന്നിരിക്കുന്നത്. എന്നാൽ ആദ്യം വരേണ്ടിയിരുന്നത് എൻകോഡിംഗ് ആയിരുന്നു. എൻകോഡിംഗ്, സ്റ്റോറേജ്, റിട്രീവൽ, അതാണ് അതിൻ്റെ ശരിയായ ക്രമം. എന്നാൽ അങ്ങനെ എവിടെയും വന്നില്ല. ആ ക്രമത്തിൽ എവിടെയും കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. എൻകോഡിംഗ്, സ്റ്റോറേജ്, റിട്രീവൽ. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം പിന്നീട് ഒഴിവാക്കുകയായിരുന്നു. മൂല്യനിർണ്ണയം നടത്തിയപ്പോൾ ഈ ചോദ്യത്തെ ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇതിലെ ഓപ്ഷനുകൾ ഒന്നും തന്നെ ശരിയല്ലാതിരുന്നത് കൊണ്ട്. 15. ഇംഗ്ലീഷ് അധ്യാപകനെ പേടിച്ചാണ് സുരേഷ് 4-ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിച്ചത്. 6-ാം ക്ലാസ്സിൽ എത്തിയ സുരേഷിന് 4-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച അതേപോലുള്ള ഇംഗ്ലീഷ് അധ്യാപകൻ പഠിപ്പിക്കാൻ എത്തിയപ്പോൾ ഭയം കൂടി വന്നു. പാവ്ലോവിന്റെ പ്രധാന ആശയങ്ങളിൽ ഏതുമായി ഈ അനുഭവം ബന്ധപ്പെടുന്നു?
ഇംഗ്ലീഷ് അധ്യാപകനെ പേടിച്ചാണ് സുരേഷ് 4ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിച്ചത്. 6ാം ക്ലാസ്സിൽ എത്തിയ സുരേഷിന് 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ച അതേപോലുള്ള ഇംഗ്ലീഷ് അധ്യാപകൻ പഠിപ്പിക്കാൻ എത്തിയപ്പോൾ ഭയം കൂടി വന്നു. പാവ്ലോവിന്റെ പ്രധാന ആശയങ്ങളിൽ ഏതുമായി ഈ അനുഭവം ബന്ധപ്പെടുന്നു? സുരേഷ് ലേൺഡ് ഇംഗ്ലീഷ് ഇൻ ദി 4th സ്റ്റാൻഡേർഡ് വിത്ത് ദ ഫിയർ ഓഫ് ദി ഇംഗ്ലീഷ് ടീച്ചർ. ഓൺ റീച്ചിങ് 6th സ്റ്റാൻഡേർഡ് he got a similar teacher and the fear increased. It is related to which principle in Pavlov's conditioning? A. ചോദക സാമാന്യവൽക്കരണം, സ്റ്റിമുലസ് ജനറലൈസേഷൻ. ബി. പുനഃപ്രാപ്തി അഥവാ സ്പോണ്ടേനിയസ് റിക്കവറി. സി. വിലോപം അഥവാ എക്സ്റ്റിങ്ഷൻ. ഡി. ചോദക പ്രബലനം അഥവാ സ്റ്റിമുലസ് റീഇൻഫോഴ്സ്മെന്റ്. ഉത്തരം എ ആണ്. ചോദക സാമാന്യവൽക്കരണം, സ്റ്റിമുലസ് ജനറലൈസേഷൻ. എ ആണ് ഉത്തരം. 16. സംവേദനം, പ്രത്യക്ഷണം, സംപ്രത്യക്ഷണം, പ്രശ്നപരിഹാരം എന്ന രീതിയിലാണ് ഒരു വ്യക്തിയിൽ വികാസം സംഭവിക്കുന്നത്. താഴെ കൊടുത്ത ഏത് വികാസ തത്വവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു? സംവേദനം, പ്രത്യക്ഷണം, സംപ്രത്യക്ഷണം, പ്രശ്നപരിഹാരം എന്ന രീതിയിലാണ് ഒരു വ്യക്തിയിൽ വികാസം സംഭവിക്കുന്നത്. താഴെ കൊടുത്ത ഏത് വികാസ തത്വവുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു? ഡെവലപ്മെന്റ് ഇൻ എ പേഴ്സൺ ടേക്സ് പ്ലേസ് ഇൻ ദി ഫോളോയിങ് സീക്വൻസ്: സെൻസേഷൻ, പെർസെപ്ഷൻ, കൺസെപ്ച്വലൈസേഷൻ, പ്രോബ്ലം സോൾവിംഗ്. This is related to which one of the developmental principles given below? A. വികാസം ക്രമീകൃതമാണ്. ഡെവലപ്മെന്റ് ഈസ് ഓർഡർലി. ബി. വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ്. ഡെവലപ്മെന്റ് ഈസ് ക്യുമുലേറ്റീവ്. സി. വികാസം പ്രവചനീയമാണ്. ഡെവലപ്മെന്റ് ഈസ് പ്രഡിക്റ്റബിൾ. ഡി. വികസനത്തിൽ ചില നിർണായക ഘട്ടങ്ങളുണ്ട്. ഡെവലപ്മെന്റ് ഹാസ് സെർട്ടൻ ക്രിട്ടിക്കൽ പീരിയഡ്സ്. ഉത്തരം ബി ആണ്. വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ്. ഡെവലപ്മെന്റ് ഈസ് ക്യുമുലേറ്റീവ്. ബി ആണ് ഉത്തരം. 17. എല്ലാ മാനസിക പ്രവർത്തനങ്ങളും ക്രമത്തിലും ചിട്ടയോടെയും ചെയ്യുന്നു. വൈകാരിക അസ്വസ്ഥതയും പിരിമുറുക്കവും ബോധപൂർവം പരിഹരിക്കുന്നു എന്നീ പ്രസ്താവനകൾ ഏത് തരത്തിലുള്ള വ്യക്തിത്വത്തിന്റെ സവിശേഷതകളാണ്? എല്ലാ മാനസിക പ്രവർത്തനങ്ങളും ക്രമത്തിലും ചിട്ടയോടെയും ചെയ്യുന്നു. വൈകാരിക അസ്വസ്ഥതയും പിരിമുറുക്കവും ബോധപൂർവം പരിഹരിക്കുന്നു എന്നീ പ്രസ്താവനകൾ ഏത് തരത്തിലുള്ള വ്യക്തിത്വത്തിന്റെ സവിശേഷതകളാണ്? പെർഫോംസ് ഓൾ മെന്റൽ പ്രോസസസ് ഓർഡർലി ആൻഡ് സിസ്റ്റമാറ്റിക്കലി. Intentionally solves emotional disturbances and frustrations. These statements denote which type of personality? A. സാമൂഹ്യ വ്യക്തിത്വം അഥവാ സോഷ്യൽ പേഴ്സണാലിറ്റി. ബി. സാംസ്കാരിക വ്യക്തിത്വം അഥവാ കൾച്ചറൽ പേഴ്സണാലിറ്റി. സി. വൈകാരിക വ്യക്തിത്വം അഥവാ ഇമോഷണൽ പേഴ്സണാലിറ്റി. ഡി. പക്വ വ്യക്തിത്വം അഥവാ മെച്യൂർ പേഴ്സണാലിറ്റി. ഉത്തരം ഡി ആണ്. പക്വ വ്യക്തിത്വം അഥവാ മെച്യൂർ പേഴ്സണാലിറ്റി. ഡി ആണ് ഉത്തരം. ചോദ്യം നമ്പർ 18. സൈക്കിൾ ഓടിക്കാൻ അറിയുന്ന ഒരാൾക്ക് മോട്ടോർ ബൈക്കും ഓടിക്കാൻ കഴിയുന്നത് താഴെ കൊടുത്ത ഏത് തരം പഠന സംക്രമണത്തിന് ഉദാഹരണമാണ്? സൈക്കിൾ ഓടിക്കാൻ അറിയുന്ന ഒരാൾക്ക് മോട്ടോർ ബൈക്കും ഓടിക്കാൻ കഴിയുന്നത് താഴെ കൊടുത്ത ഏത് തരം പഠന സംക്രമണത്തിന് ഉദാഹരണമാണ്? എ പേഴ്സൺ ഹു ക്യാൻ റൈഡ് എ ബൈസിക്കിൾ ക്യാൻ റൈഡ് എ മോട്ടോർ ബൈക്ക്. ഇറ്റ് ഈസ് an example for which type of transfer of learning? A. ശൂന്യ സംക്രമണം അഥവാ സീറോ ട്രാൻസ്ഫർ. ബി. ന്യൂന സംക്രമണം അഥവാ നെഗറ്റീവ് ട്രാൻസ്ഫർ. സി. അല്പസംക്രമണം ലോ ട്രാൻസ്ഫർ. ഡി. അധിക സംക്രമണം അഥവാ പോസിറ്റീവ് ട്രാൻസ്ഫർ. ഉത്തരം ഡി ആണ്. അധിക സംക്രമണം അഥവാ പോസിറ്റീവ് ട്രാൻസ്ഫർ. പോസിറ്റീവ് ട്രാൻസ്ഫറിന് ഉദാഹരണമാണ് ഇത്. ഡി ആണ് ഉത്തരം.
19ാമത്തെ ചോദ്യം. 2 പാത്രങ്ങളിൽ തുല്യ അളവിൽ പാലെടുക്കുന്നു. ഒരു പാത്രത്തിലെ പാൽ പരന്ന പാത്രത്തിൽ ഒഴിച്ച് ഏത് പാത്രത്തിലെ പാലാണ് കൂടുതൽ എന്ന് ചോദിച്ചപ്പോൾ പരന്ന പാത്രത്തിലെ പാലാണ് കൂടുതൽ എന്ന് കുട്ടി പറയുന്നുണ്ടെങ്കിൽ പിയാഷെയുടെ അഭിപ്രായത്തിൽ ഏത് മാനസിക പ്രക്രിയ പരിമിതിയാണ് കുട്ടിക്ക് ഉണ്ടാവുക? 2 പാത്രങ്ങളിൽ തുല്യ അളവിൽ പാലെടുക്കുന്നു. ഒരു പാത്രത്തിലെ പാൽ പരന്ന പാത്രത്തിൽ ഒഴിച്ച് ഏത് പാത്രത്തിലെ പാലാണ് കൂടുതൽ എന്ന് ചോദിച്ചപ്പോൾ പരന്ന പാത്രത്തിലെ പാലാണ് കൂടുതൽ എന്ന് കുട്ടി പറയുന്നുണ്ടെങ്കിൽ പിയാഷെയുടെ അഭിപ്രായത്തിൽ ഏത് മാനസിക പ്രക്രിയ പരിമിതിയാണ് കുട്ടിക്ക് ഉണ്ടാവുക? Equal volume of milk was taken in 2 vessels, one of which was transferred to a flat vessel. On asking which vessel contains more milk, child replied it as the flat vessel. According to Piaget, it is due to which limitation in the cognitive level? A. Conservation. B. സചേതനത്വം അഥവാ ആനിമിസം. സി. പ്രത്യാവർത്തനം അഥവാ റിവേഴ്സിബിലിറ്റി. ഡി. അഹം കേന്ദ്രീകൃത ചിന്ത അഥവാ ഈഗോസെൻട്രിക് തോട്ട്. ഉത്തരം എ ആണ്, കൺസർവേഷൻ. എ ആണ് ഉത്തരം, കൺസർവേഷൻ. 20. സാമൂഹ്യമായ സാഹചര്യങ്ങളോട് ഇടപഴകുന്നതിന് കുട്ടിയെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട സാംസ്കാരിക ഉപകരണങ്ങൾ എന്ന് ലവ് വൈഗോഡ്സ്കി വ്യക്തമാക്കുന്നത് ഏതെല്ലാം? സാമൂഹ്യമായ സാഹചര്യങ്ങളോട് ഇടപഴകുന്നതിന് കുട്ടിയെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട സാംസ്കാരിക ഉപകരണങ്ങൾ എന്ന് ലവ് വൈഗോഡ്സ്കി വ്യക്തമാക്കുന്നത് ഏതെല്ലാം? According to Vygotsky, which are the cultural tools used by the child to interact with the social situation? A. പഠന ഉപകരണങ്ങളും മാനസിക ഉപകരണങ്ങളും. ലേണിംഗ് ടൂൾസ് ആൻഡ് സൈക്കോളജിക്കൽ ടൂൾസ്. ബി. ഭൗതിക ഉപകരണങ്ങളും മാനസിക ഉപകരണങ്ങളും. ഫിസിക്കൽ ടൂൾസ് ആൻഡ് സൈക്കോളജിക്കൽ ടൂൾസ്. സി. മാനസിക ഉപകരണങ്ങളും സാമൂഹ്യ ഉപകരണങ്ങളും. സൈക്കോളജിക്കൽ ടൂൾസ് ആൻഡ് സോഷ്യൽ ടൂൾസ്. ഡി. ഭൗതിക ഉപകരണങ്ങളും സാമൂഹ്യ ഉപകരണങ്ങളും. ഫിസിക്കൽ ടൂൾസ് ആൻഡ് സോഷ്യൽ ടൂൾസ്. ഉത്തരം ബി ആണ്, ഭൗതിക ഉപകരണങ്ങളും മാനസിക ഉപകരണങ്ങളും അഥവാ ഫിസിക്കൽ ടൂൾസ് ആൻഡ് സൈക്കോളജിക്കൽ ടൂൾസ്. 21. താഴെ കൊടുത്തതിൽ പഠിതാക്കളെ പ്രചോദിപ്പിക്കുന്നതിന് ഉപയോഗിക്കാവുന്ന തന്ത്രങ്ങളിൽ പെടാത്തത് ഏതാണ്? താഴെ കൊടുത്തതിൽ പഠിതാക്കളെ പ്രചോദിപ്പിക്കുന്നതിന് ഉപയോഗിക്കാവുന്ന തന്ത്രങ്ങളിൽ പെടാത്തത് ഏതാണ്? Which among the following strategies cannot be used for motivating the learners? A. പഠനാനുഭവങ്ങൾ കുട്ടിയുടെ കഴിവിനും താല്പര്യത്തിനും അനുസരിച്ച് ശിശു സൗഹൃദപരമായി നൽകുക. ലേണിംഗ് എക്സ്പീരിയൻസ് ഷുഡ് ബി പ്രൊവൈഡഡ് ചൈൽഡ് ഫ്രണ്ട്ലി ബേസ്ഡ് ഓൺ ചൈൽഡ്സ് എബിലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ്. ബി. കഴിവിന് ഉപരിയായിട്ടുള്ള ലക്ഷ്യങ്ങൾ ചിട്ടപ്പെടുത്തുക. സെറ്റിംഗ് അൺഅറ്റൈനബിൾ ഗോൾസ്. സി. പുതുമയുള്ള പ്രവർത്തനങ്ങൾ നൽകുക. പ്രൊവൈഡ് ഇന്നോവേറ്റീവ് എക്സ്പീരിയൻസസ്. ഡി. ദൈനംദിന ജീവിതവുമായി പഠനത്തെ ബന്ധിപ്പിക്കുക. കണക്ട് ദ ലേണിംഗ് വിത്ത് ഡേ ടു ഡേ ലൈഫ്. ഉത്തരം ബി ആണ്, കഴിവിന് ഉപരിയായിട്ടുള്ള ലക്ഷ്യങ്ങൾ ചിട്ടപ്പെടുത്തുക. സെറ്റിംഗ് അൺഅറ്റൈനബിൾ ഗോൾസ്. 22. വിദ്യാലയങ്ങളിലെ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, ആശുപത്രികളും അനാഥാലയങ്ങളും സന്ദർശിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഏത് തരം ബഹുമുഖ ബുദ്ധിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്? വിദ്യാലയങ്ങളിലെ ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, ആശുപത്രികളും അനാഥാലയങ്ങളും സന്ദർശിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഏത് തരം ബഹുമുഖ ബുദ്ധിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്? പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ക്ലബ് ആക്ടിവിറ്റീസ് അറ്റ് സ്കൂൾ, visiting hospitals and orphanages etc. are activities related to which aspects of multiple intelligence? A. ദൃശ്യസ്ഥലപര ബുദ്ധി സ്പേഷ്യൽ ഇന്റലിജൻസ്. ബി. പ്രകൃതിപരമായ ബുദ്ധി നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. സി. വ്യക്തിയാന്തര ബുദ്ധി
ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ഡി. ആന്തരിക വൈയക്തിക ബുദ്ധി, ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. ഉത്തരം സി ആണ്, വ്യക്ത്യാന്തര ബുദ്ധി, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. സി ആണ് ഉത്തരം, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് അഥവാ വ്യക്ത്യാന്തര ബുദ്ധി. 23. പരിസ്ഥിതിയെ തനിക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ മാറ്റുന്നതിന് അറിവ് പ്രയോഗിക്കാനുള്ള കഴിവാണ് IQ എങ്കിൽ EQ ഡാഷ് ആണ്. പരിസ്ഥിതിയെ തനിക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ മാറ്റുന്നതിന് അറിവ് പ്രയോഗിക്കാനുള്ള കഴിവാണ് IQ എങ്കിൽ EQ ഡാഷ് ആണ്. If IQ is the ability to transform the environment by using the knowledge, EQ is dash. എ. വ്യക്തിക്ക് പരിസ്ഥിതിയെ മാറ്റാനുള്ള കഴിവാണ്, എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു ചേഞ്ച് ദ എൻവയോൺമെന്റ്. ബി. പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനുള്ള വ്യക്തിയുടെ കഴിവാണ്, എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു അഡാപ്റ്റ് വിത്ത് ദ എൻവയോൺമെന്റ്. സി. പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാതെ മാറി നിൽക്കാനുള്ള വ്യക്തിയുടെ ശ്രമമാണ്, അറ്റംപ്റ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ ടു കീപ് അവേ ഫ്രം ദി എൻവയോൺമെന്റ്. ഡി. പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനുള്ള വ്യക്തിയുടെ കഴിവില്ലായ്മയാണ്, ഇനാബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു അഡാപ്റ്റ് വിത്ത് ദ എൻവയോൺമെന്റ്. ഉത്തരം ബി ആണ്, പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനുള്ള വ്യക്തിയുടെ കഴിവാണ്, എബിലിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ടു അഡാപ്റ്റ് വിത്ത് ദ എൻവയോൺമെന്റ്. അതിനെയാണ് EQ എന്ന് പറയുന്നത്. ബി ആണ് ഉത്തരം. 24. രാജേഷിന് വാക്കുകൾ കേട്ടെഴുതുമ്പോഴെല്ലാം അക്ഷരങ്ങളും പദങ്ങളും വിട്ടുപോകുന്നു. വരികളും അക്ഷരങ്ങളുടെ അകലവും പാലിക്കാൻ കഴിയുന്നില്ല. രാജേഷിന് ഏത് തരം പഠന വൈകല്യം ഉണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നത്? രാജേഷിന് വാക്കുകൾ കേട്ട് എഴുതുമ്പോഴെല്ലാം അക്ഷരങ്ങളും പദങ്ങളും വിട്ടുപോകുന്നു. വരികളും അക്ഷരങ്ങളുടെ അകലവും പാലിക്കാൻ കഴിയുന്നില്ല. രാജേഷിന് ഏത് തരം പഠന വൈകല്യം ഉണ്ടെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഡ്യൂറിംഗ് ഡിക്റ്റേഷൻ Rajesh omits certain words and letters. He is not able to maintain the gap between letters and lines. Which learning disability does the child experiences? A. ലേഖന വൈകല്യം അഥവാ ഡിസ്ഗ്രാഫിയ. ബി. വായന വൈകല്യം അഥവാ ഡിസ്ലെക്സിയ. സി. ഗണന വൈകല്യം അഥവാ ഡിസ്കാൽക്കുലിയ. ഡി. പ്രയോഗ വൈകല്യം അഥവാ ഡിസ്പ്രാക്സിയ. ഉത്തരം എ ആണ്, ലേഖന വൈകല്യം അഥവാ ഡിസ്ഗ്രാഫിയ. എ ആണ് ഉത്തരം. 25. ചുവടെ കൊടുത്ത ചിത്രങ്ങൾ നിരീക്ഷിച്ച് തത്തുല്യമായ സമഗ്രതാ ദർശനം ക്രമത്തിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. ചുവടെ കൊടുത്ത ചിത്രങ്ങൾ നിരീക്ഷിച്ച് തത്തുല്യമായ സമഗ്രതാ ദർശനം ക്രമത്തിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. After observing the figures given below, identify the correct Gestalt laws corresponding to the pictures in order. ഇവിടെ താഴെ 3 ചിത്രങ്ങൾ നൽകിയിരിക്കുകയാണ്. ഒന്നാമത്തെ ചിത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കതൊരു ത്രികോണമാണെന്ന് തോന്നുന്നു. പക്ഷേ ഒരു ത്രികോണത്തിന്റെ എല്ലാ കാര്യങ്ങളും അവിടെ ഒത്തു വന്നിട്ടില്ല. കാരണം ഒരു ത്രികോണമാകുമ്പോൾ 3 വശങ്ങൾ ഉണ്ടാകും. ആ വശങ്ങൾ അവയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ചിട്ടുമുണ്ടാകും. പക്ഷേ ഇവിടെ മൂലകളിൽ മാത്രമേ വരച്ചിട്ടുള്ളൂ, നടുവിൽ വരകളില്ല. പക്ഷെ എന്നാലും നമുക്ക് അതൊരു ത്രികോണമായിട്ട് തോന്നുന്നു. അതെന്തുകൊണ്ടാണ്? അത് സമഗ്രതാ ദർശനവുമായി ബന്ധപ്പെട്ട അഥവാ ജസ്റ്റാർട്ട് ലോവുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ ഏത് ഗണത്തിലാണ് അത് ഉൾപ്പെടുന്നത്? ലോ ഓഫ് ക്ലോഷർ. ലോ ഓഫ് ക്ലോഷർ ആണത്. രണ്ടാമത്തതിൽ എക്സ് 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 ഒരു ഭാഗത്ത്, അതിന് നടുവിൽ സീറോകൾ, പിന്നെയും കുറെ എക്സുകൾ. ഇവിടെ ഉള്ളത് സാദൃശ്യ നിയമമാണ് അഥവാ ലോ ഓഫ് സിമിലാരിറ്റിയാണ്. മൂന്നാമത് നമ്മൾ നോക്കുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ 6 വരകളാണുള്ളത്. പക്ഷേ 3 ജോഡികളെ പോലെ നമുക്ക് തോന്നുന്നു, 3 പൈപ്പുകൾ പോലെ. അതുപോലെ 3 ജോഡികളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അത് 6 വരകളായി നമുക്ക് തോന്നാത്തത് എന്തുകൊണ്ടാണ്? 2 എണ്ണം അടുത്ത് കിടക്കുന്നത് കൊണ്ടാണ്. ഈ 2 എണ്ണം ഇങ്ങനെ അടുത്തടുത്ത് കിടക്കുന്നത് കൊണ്ടാണ് അത് 3 സെറ്റുകളായിട്ട് നമുക്ക് തോന്നുന്നത്. അത് ലോ ഓഫ് പ്രോക്സിമിറ്റിയാണ് അഥവാ സാമീപ്യ നിയമം.
അപ്പോൾ എ എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. പരിപൂർത്തി നിയമം അഥവാ ലോ ഓഫ് ക്ലോഷർ, സാദൃശ്യ നിയമം അഥവാ ലോ ഓഫ് സിമിലാരിറ്റി, സാമീപ്യ നിയമം അഥവാ ലോ ഓഫ് പ്രോക്സിമിറ്റി. എ ആണ് ശരിയായ ഉത്തരം. 26. അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് മുമ്പുള്ള ആവശ്യങ്ങൾ ഏതെല്ലാം? അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് മുമ്പുള്ള ആവശ്യങ്ങൾ ഏതെല്ലാം? ഇൻ മാസ്ലോസ് ഹൈറാർക്കി ഓഫ് നീഡ്സ്, the needs found just before love or belonging needs are A. ശാരീരികം അഭിമാനം, ഫിസിയോളജിക്കൽ എസ്റ്റീം. ബി. സുരക്ഷാ അഭിമാനം, സേഫ്റ്റി എസ്റ്റീം. സി. സുരക്ഷ ശാരീരികം, സേഫ്റ്റി ഫിസിയോളജിക്കൽ. ഡി. അഭിമാനം ആത്മസാക്ഷാത്കാരം, എസ്റ്റീം സെൽഫ് ആക്ച്വലൈസേഷൻ. സി ആണ് ഉത്തരം. സേഫ്റ്റി ഫിസിയോളജിക്കൽ, സുരക്ഷ ശാരീരികം. സി ആണ് ഉത്തരം. 27. വൈകല്യമുള്ള ഓരോ കുട്ടിക്കും 18 വയസ്സ് പൂർത്തിയാകുന്നതുവരെ അനുയോജ്യമായ സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടതാണ് എന്ന് ഉറപ്പ് നൽകുന്ന നിയമം ഏത്? വൈകല്യമുള്ള ഓരോ കുട്ടിക്കും 18 വയസ്സ് പൂർത്തിയാകുന്നതുവരെ അനുയോജ്യമായ സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തേണ്ടതാണ് എന്ന് ഉറപ്പ് നൽകുന്ന നിയമം ഏത്? Which law ensures every child with disability should get free and suitable education up to the age of 18 years? A. Rehabilitation Council of India Act 1992. B. National Trust Act 1999. C. Mental Health Act 1987. D. Person with Disabilities അഥവാ PWD Act 1995. ഉത്തരം ഡി ആണ്. പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റീസ് ആക്ട് 1995. ഡി ആണ് ഉത്തരം. 28. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സിദ്ധാന്തമായ മനസ്സിന്റെ ഘടനാ സങ്കല്പങ്ങളിൽ സൂപ്പർ ഈഗോ ഏത് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സിദ്ധാന്തമായ മനസ്സിന്റെ ഘടനാ സങ്കല്പങ്ങളിൽ സൂപ്പർ ഈഗോ ഏത് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? According to Sigmund Freud's theory of structure of mind, super ego works as per which principle? A. സുഖതത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ. ബി. സാൻമാർഗിക തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി. സി. യാഥാർത്ഥ്യ ബോധ തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി. ഡി. പ്രചോദന തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് മോട്ടിവേഷൻ. ഉത്തരം ബി ആണ്. സാൻമാർഗിക തത്വം, പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി. സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് സാൻമാർഗിക തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി അനുസരിച്ചാണ്. 29. സിനെപ്റ്റിക്സ്, മസ്തിഷ്ക പ്രക്ഷാളനം, നാടകീകരണം എന്നീ തന്ത്രങ്ങൾ കുട്ടികളിലെ ഏത് കഴിവ് വർദ്ധിപ്പിക്കാനാണ് അധ്യാപകർ ഉപയോഗിക്കുന്നത്? സിനെപ്റ്റിക്സ്, മസ്തിഷ്ക പ്രക്ഷാളനം, നാടകീകരണം എന്നീ തന്ത്രങ്ങൾ കുട്ടികളിലെ ഏത് കഴിവ് വർദ്ധിപ്പിക്കാനാണ് അധ്യാപകർ ഉപയോഗിക്കുന്നത്? ടീച്ചർ യൂസസ് സിനെപ്റ്റിക്സ്, ബ്രെയിൻ സ്റ്റോമിംഗ്, ഡ്രമാറ്റൈസേഷൻ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസിംഗ് വിച്ച് എബിലിറ്റി ഓഫ് ദ ചിൽഡ്രൻ? എ. അതീത ചിന്ത, മെറ്റാകോഗ്നിഷൻ. ബി. ബുദ്ധി അഥവാ ഇന്റലിജൻസ്. സി. സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റി. ഡി. അഭിരുചി അഥവാ ആപ്റ്റിറ്റ്യൂഡ്. ഉത്തരം സി ആണ്, സർഗാത്മകത അഥവാ ക്രിയേറ്റിവിറ്റി. 30. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനുള്ള പരിഗണനകളിൽ പെടാത്തത് ഏതാണ്? പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനുള്ള പരിഗണനകളിൽ പെടാത്തത് ഏതാണ്? Which one of the following is not considered while organizing and implementing learning experiences for the children with special needs? A.
എല്ലാ കുട്ടികൾക്കും ഒരേ മാതൃകയിലുള്ള പ്രവർത്തനങ്ങൾ നൽകണം. ഗിവ് സെയിം ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ടു എവരി ചൈൽഡ്. ബി. പഠന പ്രവർത്തനങ്ങളിൽ അനുരൂപീകരണം നൽകണം. ഗിവ് അഡാപ്റ്റേഷൻ ഇൻ ലേണിംഗ് എക്സ്പീരിയൻസസ്. സി. പരിഹാര പ്രവർത്തനങ്ങളും പോഷണ പ്രവർത്തനങ്ങളും നൽകണം. ഗിവ് റെമഡിയൽ ആക്ടിവിറ്റീസ് ആൻഡ് എൻറിച്ച്മെന്റ് പ്രോഗ്രാംസ്. ഡി. ഇന്ദ്രിയാധിഷ്ഠിത പഠന സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണം. അറേഞ്ച് ദ ലേണിംഗ് എക്സ്പീരിയൻസസ് അക്കോർഡിംഗ് ടു സെൻസറി ലേണിംഗ് സ്ട്രാറ്റജീസ്. ഉത്തരം എ ആണ്. എല്ലാ കുട്ടികൾക്കും ഒരേ മാതൃകയുള്ള പ്രവർത്തനങ്ങൾ നൽകണമെന്നത് അതിൽ പെടാത്തതാണ്. ഗിവ് സെയിം ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ടു എവരി ചൈൽഡ്. എ ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം.